രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവർക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അത് ഒന്നുകൂടി ആ വാദം ശക്തമാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ മുന്നണി ഇല്ലാതാകും. ഇന്ത്യ മുന്നണി ഇപ്പം തന്നെ ഇല്ല. ഒരു മുന്നണി എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഒരു മുന്നണി നിലനിൽക്കണമെങ്കിൽ അതിന് ഒരു കരുത്തനായ ഒരു പാർട്ടി വേണം. ആ പാർട്ടിക്ക് കരുത്തനായ ഒരു നേതാവ് വേണം. ഇപ്പം ഇവിടെ LDF എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? LDFന് CPM എന്നൊരു പാർട്ടി ഉണ്ട്, അതിൻ്റെ നേതാവ് സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് LDF നിൽക്കുന്നത്. ഇല്ലെങ്കിൽ LDF നിൽക്കില്ലല്ലോ. ഇപ്പോൾ CPI തന്നെ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇത് രണ്ടായി പോകേണ്ടതല്ലേ? പോകാതെ നിന്ന് എന്തുകൊണ്ടാണ്? അവിടെ ഒരു നേതാവുണ്ട്, ആ നേതാവിന് വരട്ടിയോ അല്ലെങ്കിൽ കണ്ണുരുട്ടിയോ നിർത്താൻ അറിയാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ചില സമയത്ത് ചില ആത്മസംയമനം പാലിച്ചുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് നിർത്താൻ അറിയാം. ഈ ഒരു നേതൃത്വം ഏത് മുന്നണിക്കും വേണം. UDFനും അതുപോലെ തന്നെയാണ്. UDFന് കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വം ഉണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ലീഗിൻ്റെ നേതൃത്വമാണ്. UDFന് ലീഗിൻ്റെ ആ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ് ആ പിന്നെ UDF എന്ന് പറയുന്ന സംവിധാനം നിൽക്കുന്നത്. NDA എന്ന് പറഞ്ഞ സംവിധാനം നിൽക്കുന്നത് BJP എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ടല്ലേ. അതില്ലെങ്കിൽ എല്ലാവരും പരസ്പരം തല്ലി കീറുകയില്ലേ? ഇത് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഇല്ലാത്തത്. ഇന്ത്യ മുന്നണിക്ക് വേണ്ടത് ഒരു കോൺഗ്രസ് നേതാവ്, ഒരു കോൺഗ്രസ് ശക്തമായൊരു കോൺഗ്രസ് പാർട്ടി. ഇതില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് പറ്റുന്നത്? അപ്പം അത് തള്ളിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.